സമൂസ കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാവർക്കും നോമ്പിന് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാധനമാണ് കട്ട്ലേറ്റ്. പക്ഷേ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര തലവേദനയാണ്. കുറേ എണ്ണ കുടിക്കും, പൊടിഞ്ഞു പോവും, അങ്ങനെ കുറേ. അതില്ലാതെക്കാൻ നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഫില്ലിങ്ങിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാരണ എഗ് വൈറ്റിലോ അല്ലെങ്കിൽ എഗ്ഗിലോ ആണല്ലോ നമ്മൾ കട്ട്ലേറ്റ് കോട്ട് ചെയ്തെടുക്കുക. അതിന് പകരം ഞാനിവിടെ കോൺഫ്ലോർ ആട്ടോ എടുത്തത്. കോൺഫ്ലോറിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ കട്ട്ലേറ്റും ഇതുപോലെ ഉണ്ടയാക്കി വെക്കുക. നമ്മൾ ഫസ്റ്റ് തന്നെ ഷേപ്പാക്കാതെ ഉണ്ടയാക്കി വെച്ചിട്ട് പിന്നെ ഈ കോൺഫ്ലോറിൽ മിക്സ് ചെയ്ത് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ കട്ട്ലേറ്റുമ്മൽ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുക. കുറേശ്ശെ ഒരു റൗണ്ടുള്ള പാത്രത്തിലേക്ക് കുറേശ്ശെ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. ചുറ്റി കൊടുത്താൽ തന്നെ ഫുള്ള് ബ്രെഡ് ക്രംസും അതിൽ കോട്ടായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഷേപ്പാക്കുക. നമുക്ക് ഏത് ഷേപ്പിലേക്കാണ് വേണ്ടത് വെച്ചാൽ ഇതിന് ശേഷം ഫുള്ള് ബ്രെഡ് ക്രംസും ആക്കിയതിന് ശേഷം മാത്രം ഷേപ്പാക്കി എടുക്കുക. ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. ആ ബ്രെഡ് ക്രംസ് ചീത്തയായി പോവുകയില്ല. ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ഈ കട്ട്ലേറ്റ് ഫ്രീസറിൽ വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച കട്ട്ലേറ്റാണ്. കണ്ടോ, തീരെ നമ്മുടെ കയ്യിലേക്കൊന്നും ബ്രെഡ് ക്രംസ് വരില്ല. എണ്ണയിൽ ഇടുമ്പോഴും ബ്രെഡ് ക്രംസ് മൊത്തം എണ്ണയിൽ ആയി. പിന്നെ എന്താ പറയുക, അത് പൊടിഞ്ഞു പോവുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഇത് ഒരൊറ്റ പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ സമൂസൊക്കെ പൊരിക്കുന്ന പോലെ മറിച്ച് അങ്ങനെ ചെയ്യരുത്. ഒരൊറ്റ പ്രാവശ്യം മറിച്ചിടുക. റെഡി ആയാൽ അത് കോരുക. ഇപ്പോൾ ദാ ഞാൻ മൊത്തം കട്ട്ലേറ്റും എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ എണ്ണയിൽ ഫുള്ള് ബ്രെഡ് ക്രംസും ആയിട്ടൊന്നുമില്ല. നമുക്ക് ആ എണ്ണ വേണമെങ്കിൽ ഇനി പപ്പടം പൊരിക്കാനോ അങ്ങനെയൊക്കെ എടുക്കുകയും ചെയ്യാം. കണ്ടോ, തീരെ ബ്രെഡിൻ്റെ പൊടിയൊന്നും അതിലില്ല. പക്ഷേ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇതിപ്പോൾ കേട്ടില്ലേ, നല്ല ക്രിസ്പി കട്ട്ലേറ്റാണ്.